നമസ്കാരം. രാഷ്ട്രീയ ഹാസ്യ കഥാപ്രസംഗ രംഗത്ത് അരനൂറ്റാണ്ടിലേറെ കാലമായി നിറഞ്ഞു നിന്നിരുന്ന കാതികൻ തൃക്കുളം കൃഷ്ണൻകുട്ടി തന്റെ കലാനുഭവങ്ങൾ തിരൂരങ്ങാടി ടുഡേയുമായി പങ്കുവെക്കുന്നു. 71 തുടങ്ങണം 2014 വരെ. എത്രാം വയസ്സിലാണ്? അന്ന് എനിക്ക് ഒരു 2040 ഞാൻ ജനിച്ചത്. 70 40 ജനിച്ച ഞാൻ 40 വയസ്സിലാണ് ഈ കഥാപ്രസംഗം പാട്ട്. അതിന് മുമ്പ് രാഷ്ട്രീയ ഗാനങ്ങളൊക്കെ പാടാറുണ്ട്. പൊതുയോഗത്തിനൊക്കെ ഗാനമേളൊക്കെ നടത്തിയിട്ട് പാട്ടുകളൊക്കെ പാടിയിട്ട് രാഷ്ട്രീയ അങ്ങനെ പാട്ട് തന്നെയാണ് എന്നെ ഉയർത്തിയും വലുതാക്കിയും ഒക്കെ. അതിന് മുമ്പ് വിപ്ലവ ഗാനങ്ങൾ പാടുമായിരുന്നു ജാഥേൻ്റെ മുമ്പിൽ. അതുപോലെ തന്നെ പൊതുയോഗത്തിലൊക്കെ പാട്ട് പാടുന്ന ഒരു പണിയായിരുന്നു എനിക്കുണ്ടായിരുന്നു. അങ്ങനെ 71 ഈ കഥാപ്രസംഗം ലഹീദൗത്യം തുടങ്ങിയത്. പാട്ടുപാടിക്കാന്നാണോ കഥാപ്രസംഗത്തിലേക്ക് വരുന്നത്? അതെ, കഥാപ്രസംഗം തുടങ്ങാനുള്ള കാരണം ഡൽഹി ദൗത്യം ഡൽഹി പോയ കഥകളാണ് ഞങ്ങൾ തുടങ്ങുന്നത്. അത് ഞാനും ബാപ്പുവാണ് ആ കഥ എഴുതുന്നത്. പാലോളിയാണ് പരിശോധിക്കുന്നത്. പാലോളി മുതലായ ആളുകൾ പരിശോധിച്ചിട്ടുണ്ട് അനുവാദം തരിക. അന്നാ മുതലാണ്. പിന്നെ ഒരുപാട് കഥ 2014 വരെ 2014 2014 മറ്റേ നമ്മളെ ഇന്ത്യ രാജ്യത്ത് വെള്ളം മറിയല്ലോ. അന്ന് 6ാമത്തെ രണ്ടല്ല, അത് ശിവദാസനാണ് കഥ എഴുതിയത്. നമ്മൾ തിരൂര് ഏരിയ സെക്രട്ടറി. രണ്ടല്ല എന്ന് പറയാൻ കാരണം കോൺഗ്രസും BJP ഒന്ന് തന്നെ സ്ഥാപിക്കുന്ന ഒരു ആധികാരികമായ കഥയായിരുന്നത്. അതൊരു 5-8 സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ആണ് പിന്നെ എന്നോട് പറഞ്ഞത് അത് അവതരിപ്പിക്കേണ്ടത്. അത് എൻ്റെ വ്യക്തിപരമായ ഒരു സൗകര്യത്തിന് വേണ്ടിയായിരിക്കും പാർട്ടി പറഞ്ഞത് എന്ന് വിചാരിക്കാം. അവതരിപ്പിക്കേണ്ടത് പാർട്ടി പറഞ്ഞു എന്ന് പറയാൻ രേഖയൊന്നുമില്ല. പക്ഷേ നിർത്താൻ വേണ്ടി ഉള്ള അടയാളം എനിക്ക് തന്നു. അല്ലെങ്കിൽ അങ്ങനെ 2014 കഥാപ്രസംഗം അവസാനിപ്പിക്കുന്നത്. ഞാൻ കഥാപ്രസംഗം കേരളം മുഴുവനുണ്ട്. തിരുവനന്തപുരത്തും അവിടെ ഇവിടെയൊക്കെ തിരുവനന്തപുരത്ത് കേരളം മുഴുവനും. പിന്നെ ഇന്ത്യൻ്റെ പുറത്ത് ഞാൻ ഒരു സാമൂഹ്യ കഥ അവതരിപ്പിച്ചിട്ടുണ്ട്. ദുബായിലൊക്കെ പോയിട്ട് ഫോറിൻ തന്നെ കഥയുണ്ട്. പിന്നെ ഇന്ത്യക്കകത്ത് തന്നെ ഈ രാഷ്ട്രീയ കഥാപ്രസംഗങ്ങൾ സാമൂഹ്യ കഥകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. 1971 തുടങ്ങിയ കഥാപ്രസംഗം 2014 വരെ നടന്നല്ലോ. അതൊരു 3 മാസം ഒഴിവുള്ളൂ വർഷകാലത്ത് എഴുതാനും പഠിക്കാനുമൊക്കെ. തിരൂരാണ് താമസം. തിരൂർ ലോഡ്ജാണ് താമസം. ഇന്നണിക്കാരൊക്കെ എൻ്റെ കൂടെ തന്നെയാണ്. പിന്നെ പാലോളി മുതലായ ആളുകൾ വരും, അവർ പരിശോധിക്കും. ബിച്ചവർക്ക് അങ്ങനെ പരിശോധിച്ചിട്ടാണ് സെൻസർ ചെയ്തിട്ടാണ് ഈ കഥാപ്രസംഗം അവതരിപ്പിച്ചത്. ശിവദാസൻ വരെയൊക്കെ നേതാക്കളൊക്കെ വന്നിട്ടാണ്. ഒരു ദിവസം 2 സ്റ്റേജൊക്കെ പറഞ്ഞ കാലം ഉണ്ടായിട്ടുണ്ട്. 2 തെരഞ്ഞെടുപ്പുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ ഗാനങ്ങളാണ്. ഈ വണ്ടി നടന്നൊരു പാട് തന്നെയാണ്. ഇപ്പോൾ ഒരു പ്രദേശത്ത് എനിക്ക് ഓർമ്മയുണ്ട്. പാലോളി പെരിന്തൽമണ്ണ മത്സരിക്കുന്നുണ്ട്, ബാപ്പു താന്നൂർ മത്സരിക്കുന്നുണ്ട്, കെ ബാപ്പു. അപ്പോൾ 2 സ്ഥലത്തും പാടുകയാണ്. അപ്പോൾ രാവും പകലും പാട്ടുണ്ട്. അന്നത്തെ സഭയിൽ രാത്രി പകലൊക്കെ പാടാം. അങ്ങനെ താന്നൂര് പാടുമ്പോഴാണ് പിന്നെ തൊണ്ട പൊട്ടിക്കാളത്. അങ്ങനെ തുടർച്ചയായിട്ട് തൊണ്ട. അപ്പം അന്ന് രാവും പകലും പാടുക തന്നെയാണ് അന്നത്തെ പാട്ടിൻ്റെ ഒരു സ്ഥിതി. കാരണം അന്ന് ഇതേമാതിരി ടൈമില്ല. നേരം വരുന്നവരെ പ്രജകളെ രംഗത്ത് വർക്ക് ചെയ്യാം. ഇന്നിപ്പോൾ സമയമുണ്ടല്ലോ, ഇത്ര സമയം വരെ. അപ്പം അന്നില്ലാത്തതുകൊണ്ട് രാവും പകലും പ്രവർത്തനം. പിന്നെ ജാഥയിലും പിന്നെ നിരവധി ജില്ലാ കമ്മിറ്റീൻ്റെ പരിപാടികളൊക്കെ ഒരുപാട് ഓർമ്മിക്കാൻ കഴിയില്ല. നേതാക്കന്മാരുണ്ടാവുള്ളൂ. അവരത് കേട്ടിട്ട് ഞാൻ എൻ്റെ മുമ്പിൽ ചിലപ്പോൾ നേതാക്കൾ ഉണ്ടാവും. എന്നെ കാണാൻ നേതാക്കളെ ശ്രദ്ധിക്കും. കാരണം ഇത് പാർട്ടി വിഷയമായതുകൊണ്ട് നേതാക്കളെ കേട്ട അനുഭവം തരണല്ലോ. അതിനാണ് ലംബിച്ചുവാവനെ പാലൂടെ കേൾപ്പിക്കുന്നത്. അവരുടെ നിർദ്ദേശം അത് ഉള്ളിൽ നമ്മൾ ചേർക്കുന്നത്. കാരണം രാഷ്ട്രീയമായ വൈരുദ്ധ്യം ഇത് പറ്റില്ലല്ലോ. രാഷ്ട്രീയമായിട്ടുള്ള സത്യസന്ധമായ ഇതല്ലേ പ്രചരിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരെ കേൾക്കും, ഇടയ്ക്ക് കേൾക്കും, അത് തിരുത്തും. പിന്നെ തിരുത്തും. ആ തിരുത്തി നമ്മൾ മുന്നോട്ട് പോകും. അങ്ങനെ തിരിച്ച് തന്നെയാണ് പുതുതായി കൂട്ടിച്ചേർക്കാൻ വിഷയം കൂട്ടിച്ചേർക്കാൻ പഴയ ഒഴിവാക്കും. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഓരോ ദിവസം കഥയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ? അതിപ്പോൾ എൻ്റെ എന്താ പറയുക, എൻ്റെ ഭാവനാപൂർവമായ ഹാസ്യങ്ങൾ, ഇന്ത്യയിലായ ചില ഹാസ്യങ്ങളും തമാശകളൊക്കെ അതിനകത്ത് കൂട്ടിച്ചേർക്കണം. പക്ഷേ രാഷ്ട്രീയത്തിൽ വിരുദ്ധത വരാൻ പാടില്ല. രാഷ്ട്രീയത്തിനെതിരായി വരുന്നത് രാഷ്ട്രീയമായ അനുഭവത്തോട് തന്നെയാണ് ഇത് ഹാസ്യങ്ങളെ കൂട്ടിച്ചേർക്കേണ്ടത്. CPM-ന്റെ ഉന്നത നേതാക്കന്മാരെ നിങ്ങൾ പരിപാടി
കേൾക്കുക, അഭിനന്ദിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു? പിണറായി വിജയൻ മറ്റേ MA ബേബി എല്ലാ നേതാക്കളും ഞാൻ തിരുവനന്തപുരത്ത് അവിടെ ഇവിടെയൊക്കെ കഥാപ്രസംഗം എല്ലാ നേതാക്കളും അഭിനന്ദിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. എല്ലാ നേതാക്കൾക്കും തന്നെ അറിയാം. പിന്നെ 42 കൊല്ലല്ലേ, ഇന്ത്യയിലെ എല്ലാ നേതാക്കൾക്കും തന്നെ അറിയാം. മലപ്പുറത്ത് നിരവധി ഇതില്ലേ. ഇതാണത് നമ്മൾ DYFന്റെ ഒരു സമ്മേളനം നടക്കുകയാണ്, വലിയ സമ്മേളനം. അപ്പോൾ ഇത് നായനാരെ ആണ് സംഭവം. അപ്പോൾ അവിടെ ഒരു വേറെ ഗാനമേള നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഗാനമേള ജനങ്ങൾക്ക് വല്ല ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഞാനവിടെ ജാഥയെ പാടുകയാണ്. പ്രചരണ ജാഥ ഞാൻ മുമ്പിൽ മൈക്കിൽ പാടി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ സ്റ്റേജിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, കൃഷ്ണൻകുട്ടി ഉടനെ സ്റ്റേജിൽ വരണം. അപ്പോൾ അഖിലേന്ത്യാ നേതാക്കൾ കുറേ ആളുകൾ സ്റ്റേജിലുണ്ട്. അപ്പോൾ എംപിക്കാണ് വിളിച്ച് പറഞ്ഞത്. അപ്പം ഞാൻ സ്റ്റേജിൽ വന്നപ്പോൾ എൻ്റെ ഒരു നാളെ മലയാളത്തിലുള്ള മാപ്പിളപ്പാട്ട് രൂപത്തിലുള്ള 2 വിപ്ലവഗാനം പാടാൻ തുടങ്ങി. അപ്പോൾ ഇത് അഖിലേന്ത്യാ നേതാക്കൾക്ക് അവിടുന്ന് പോകേണ്ടതുണ്ട്. അതായത് സമയം അവർക്ക് വണ്ടിക്കും ട്രെയിനൊക്കെ പോകേണ്ടതല്ല. അത് എനിക്കറിയില്ല, അങ്ങനെ സമയം വിളിക്കുന്നുണ്ട്. അങ്ങനെയാണ് നായനാർ നിർത്തുള്ളൂ. അങ്ങനെ നിർത്തി. അങ്ങനെ പിന്നെ നായനാർക്ക് ഒരു വിഷമായി തോന്നി, എനിക്ക് എന്നോട് നിർത്താൻ പറഞ്ഞത്. അങ്ങനെ പിന്നെ പോണ കാലത്തൊക്കെ എന്നെ വിളിച്ച് ചോദിച്ചു, ഞാൻ വല്ലതും പറഞ്ഞോ? അതൊരു സാധാരണ സംഭവം പോലും. കാരണം ഇവർക്ക് ഇങ്ങനെ വണ്ടിക്ക് സുരക്ഷിതൊക്കെ ഉണ്ട് സമ്മേളനത്തിൽ. അപ്പോൾ അവർക്കൊക്കെ വണ്ടിക്കും വിമാനത്തൊക്കെ പോകാനുള്ളത്. ഇതറിയാതെ ഞാനിങ്ങനെ തുടർന്ന് പാടും. ജനങ്ങളെ ആവേശം കൊണ്ട് കൈകൊട്ടല്ലേ. അപ്പോൾ ഇതെനിക്കറിയാമല്ലോ. ഇങ്ങനെ അവിടെ പാട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ ഇപ്പോഴാണ് പാടിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് നിർത്തുള്ളൂ എന്ന് പറഞ്ഞത്. അതൊരു സംഭവം അല്ല, രസകരമായൊരു അനുഭവമാണ്. അങ്ങനെ പിന്നെ ഞാനാരെ വിളിച്ച് ചോദിച്ചു, ഞാൻ വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. രസകരമായിട്ടാണ് മുന്നോട്ട് പോയത് ആ സംഭവം. 1901 ഈ കഥാപ്രസംഗം ആരംഭിക്കുന്നത്. ആ കഥയുടെ പേര് ഡൽഹി ദൗത്യം എന്നായിരുന്നു. നമ്മളെ കേരളത്തെ അരിക്ഷാമം രൂക്ഷമായ സന്ദർഭത്തിലാണ്. റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്നത് കുറച്ച് പച്ചരിയാണ്. ആ പച്ചരി ഉപയോഗിച്ച് എല്ലാ കുടുംബങ്ങളും എല്ലാം വിഷമിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ അന്നത്തെ UDF ആണ് ഭരിക്കുന്നത്. നേതാക്കളെ ആരും ഓർമ്മയില്ല, കുറേ കരുണാകരനൊക്കെ ഉണ്ടായത്. അവരാണ് അരിക്ക് വേണ്ടി ഇന്ദിരാഗാന്ധിയെ കാണാൻ വേണ്ടി തീരുമാനിച്ചു ഇവിടുന്ന് ഡൽഹിക്ക് പോയത്. ആ കഥയാണ് ഡൽഹി ദൗത്യം. ഓർമ്മകളൊക്കെ നശിച്ചു തുടങ്ങി. അങ്ങനെ അന്ന് ചേലാട്ട് അച്യുതമേനോനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നാണ് സംശയം. അതിൻ്റെ ഒരു വരി പാട്ട് അന്ന് പച്ചരുതെന്നൊരു ജനത, പച്ചരുതെന്ന് മടുത്തൊരു ജനതയെ നേരിൽ നല്ലൊരു തീറ്റാൻ ചേലാട്ടച്യുതമേനോൻ മുഖ്യനാകുന്നേ. അങ്ങനെ വലിയ ആ കഥ തുടക്കത്തിലുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പോൾ ആ അരിക്ക് വേണ്ടിയാണ്, അരി ചോദിക്കാൻ വേണ്ടിയാണ് ഡൽഹിയിൽ പോകുന്നത്. അത് സംഘം ഇവിടുന്ന് തീരുമാനമെടുത്ത് ഡൽഹിയിലെത്തി ഇന്ദിരാഗാന്ധിയെ കണ്ടു. അപ്പോൾ ഇന്ദിരാഗാന്ധി വിശ്രമിക്കുമ്പോഴാണ് ഈ നമ്മളെ ഡൽഹി എത്തിയ നമ്മളെ ചരിത്ര സംഘം എത്തുന്നത്. ഇന്ദിരാഗാന്ധി വിശ്രമം കഴിഞ്ഞ് എഴുന്നേറ്റ് ഈ ഡൽഹിയിലെത്തിയ സംഘത്തെ കാണാൻ തീരുമാനിച്ചു. അന്ന് ആരൊക്കെയാണ് അവർ ഓർമ്മ വരുന്നില്ല, ഒരു സംശയമില്ല. അപ്പോൾ ഏതായാലും അപ്പോൾ ഇന്ദിരാഗാന്ധി ചോദിച്ചു, എന്തിനായി പോന്നെൻ്റെ സേവകരെ, ഇപ്പോൾ പുറപ്പെടാൻ കാര്യമെന്ത് എന്നാണ് ആ ചോദ്യം. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ വന്നത് അരിയുടെ കാര്യം പറയാനാണ്. പിന്നെ ഞങ്ങൾക്ക് കേരളത്തിന് കുറച്ച് അരി വേണം, പച്ചരി നിന്ന് വിഷമിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഞങ്ങൾ എന്നാണ് പറയുന്നതാണ് എൻ്റെ ഉദ്ദേശം. പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഗാന്ധി അവർ നോക്കിയിട്ട് പറഞ്ഞത്, ആഗോളമാണ് ഈ ഭക്ഷ്യക്ഷാമം എന്നാണ് മറുപടി പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. അതുകൊണ്ട് അരി എന്ന് പറഞ്ഞിട്ട് കയറേണ്ട വണ്ടി ഡൽഹിക്ക് എന്നുള്ള മറുപടി ആണ് കേട്ടതെന്നാണ് കഥയിൽ പറഞ്ഞത്. അങ്ങനെയാണ് ഇവർ പിന്നെ അവിടുന്ന് മടങ്ങിയത്. അങ്ങനെ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുമ്പോൾ നമ്മളെന്താ ചെയ്യാന്ന് ആലോചിച്ചപ്പോൾ നമ്മൾ
കേരളത്തേക്ക് മടങ്ങുന്നതിന് മുമ്പ് അവര് എന്തോ ഒരു മറുപടി അവിടുന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആ അരിക്ക് വേണ്ടി പോയ ഡൽഹി ദൗത്യം എന്ന് പറഞ്ഞ ആൾക്കാർ അവിടുന്ന് മടങ്ങിയത്. ഡൽഹിയിൽ നിന്ന് വന്നപ്പോ പത്രക്കാർ ചോദിച്ചു നിങ്ങൾ പോയിട്ട് എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് അന്ന് അച്യുതമേനോനാണ് മുഖ്യമന്ത്രി സംശയമുണ്ട്. അപ്പൊ ഇവിടുത്തെ കേരളത്തിൽ ഇറങ്ങോട് അവർ പറഞ്ഞത് 5000 ടണ്ണരിയാട്ട 5000 കോതമ്പത അതിന് പുറമെ 2000 കൂറി അരി വരുന്നതാ. അതൊക്കെ കേന്ദ്ര ഗവൺമെന്റ് അയക്കും. എന്താ കുറിയരി എന്തിനാന്ന് ചോദിച്ചാൽ പറയും നോമ്പ് കാലത്ത് അല്ലെ നോമ്പ് എടുക്കാൻ സമയമാകുമ്പോൾ കഞ്ഞി വേണ്ട, അതിനാണ് കുറിയരി അയക്കുന്നത്. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ റേഷൻ പിടിയിൽ അരിയൊന്നുമില്ല. സമ്പത്തമായി തന്നെയാണ് രാജ്യം കഷ്ടപ്പാടുന്നത്. അപ്പൊ അതങ്ങനെ ഒരു കഥയാണ് ഈ ഡൽഹി ദൗത്യത്തിൽ അവതരിപ്പിച്ചത്. അത് സഖാവ് ബാപ്പുവിനെ കഥ എഴുതി പാലോളി മമ്മൂട്ടി പരിശോധിച്ച് അംഗീകരിച്ചു, ബിച്ചു ഉദ്ഘാടനം ചെയ്തു, പിന്നെ വേങ്ങര വെച്ച്. അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള കഥാപ്രസംഗമാണ് നടന്നത് അന്ന് ഡൽഹി ദൗത്യം. അപ്പോ ആ പരിപാടി ഞാൻ ആദ്യം ഉദ്ഘാടനം ചെയ്ത് കോഴിക്കോട്, പിന്നെ അന്ന് കോഴിക്കോട് കല്ലായ റോഡ് ചെന്ന് ടൗണിൽ കയറുന്നതിൻ്റെ ആ സ്ഥലത്ത് ചാമ്പ്യൻ ഹോട്ടലിൻ്റെ ബാക്കിൽ ഒരു മൈതാനമുണ്ട്. ആ മൈതാനത്താണ് ആ കഥാപ്രസംഗം രണ്ടാമത്തെ സ്റ്റേജ് അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം സഖാവ് എംപിക്കോയായിരുന്നു. അപ്പോൾ ആ പരിസരത്തൊക്കെ ഒരുപാട് ആളുകളുണ്ട്, ടൗണല്ലേ. പക്ഷേ പ്രസംഗം കഴിഞ്ഞപ്പോൾ മുമ്പിൽ ആളില്ല. അപ്പോൾ ഞാൻ മുമ്പിലാളില്ല. എനിക്കൊരു ആവേശം കുറഞ്ഞ് ഞാൻ കുറച്ച് ചുരുക്കിയ കഥ. പക്ഷേ സഖാവ് എംപിച്ചുവാവ അവിടുന്ന് പോയില്ല. അടുത്തൊരു വക്കീലിൻ്റെ വീട്ടിൽ അദ്ദേഹം സഖാവ് ഇരിക്കുന്നുണ്ട്. സഖാവ് ഈ കഥ കേട്ടു. അങ്ങനെ അപ്പം ഞാൻ എല്ലാ ദിവസവും കഥാപ്രസംഗം കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോകണം. അന്ന് ജൂബിലി റോഡിലാണ് ജില്ലാ കമ്മിറ്റി ഓഫീസ്. അവിടെ ചെന്നാൽ അവിടെ സഖാവ് പാൽവളി കുഞ്ഞാമ്പൽ ദേശാമ്പൽ പിരിച്ചവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത്ര ആളൊന്നുമില്ല. എന്നാലും ഞങ്ങളവിടെ ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞ് രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്തിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അങ്ങനെ അപ്പം ഞാനവിടെ മുമ്പിൽ ആളില്ലാത്തതുകൊണ്ട് കോഴിക്കോട് ടൗണിൽ ഈ കഥാപ്രസംഗം കുറച്ച് ചുരുക്കി. പക്ഷെ എംപിക്കാവത് കേൾക്കുന്നുണ്ട്, വക്കീലിൻ്റെ വീട്ടിൽ നിന്ന് കഥ കേൾക്കുന്നുണ്ട്. അപ്പം ഞാനവിടെ രാവിലെ ചെന്ന് മലപ്പുറത്തെത്തി ബസ് ഇറങ്ങുമ്പോൾ എൻ്റെ ബസ്സിൽ എൻ്റെ പിന്നിലെ ബസ്സിൽ സഖാവ് എംപിക്കാൻ വന്നിറങ്ങി. അപ്പം എന്നോട് എംപിച്ചാ ചോദിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പാർട്ടി ഓഫീസിലേക്കാണ്, പാർട്ടി ഓഫീസിലേക്കാണെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ജൂബിലി റൂട്ടിലാണ് പാർട്ടി ഓഫീസ്. അപ്പം എന്നോട് പറഞ്ഞു എനിക്ക് അങ്ങനെ വരണ്ട. അപ്പം ഞാൻ എന്താ അത്ഭുതപ്പോൾ ഞാൻ സാധാരണ പോണ സ്ഥലമാണ് പാർട്ടി ഓഫീസ്. അപ്പം എംപിക്കാൻ മുമ്പിലായിരുന്നു. അപ്പം ഞാൻ പിന്നെ ഒരു പിന്നാലെ ഞാനും നടന്നു. അങ്ങനെ ജൂബിലി റൂട്ടിലെ പാർട്ടി ഓഫീസിൽ കയറി. പാർട്ടി ഓഫീസിൽ കയറിയപ്പോൾ അവിടെ സഖാവ് പാൽവളി കുഞ്ഞാകുമ്പോൾ ദേശാമേന് കിച്ചോടെ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ഞാനിപ്പോൾ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും മനസ്സിലായില്ല. ഈ എന്താ കഥാപ്രസം ചുരുക്കില്ലേന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു മുമ്പിലൊന്നും ആളില്ലാത്തതുകൊണ്ടാണ് ചുരുക്കിയത്, ആവേശം വന്നതാ, പിന്നെ കഥ പറയാം അങ്ങനെയൊക്കെയാണ് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു രണ്ടാളില്ലാത്ത കാലത്താണല്ലോ ഞങ്ങൾ ഈ പ്രശ്നത്തിൽ വരുന്നത്. എന്നാൽ അന്ന് തുടങ്ങിയ തുടക്കത്തിൽ അദ്ദേഹം സഖാവ് പഴയ കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞ് മനസ്സിലാക്കിയത്. രണ്ടാളില്ലാത്ത കാലത്താണ് ഞങ്ങൾ ഈ പാർട്ടി പ്രവർത്തനം തുടങ്ങിയത്. അന്ന് ആളില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇട്ട് പോവുകയാണെങ്കിൽ ഈ പ്രസ്ഥാനം ഉണ്ടോ? അന്ന് ആരംഭിച്ച അതിനെ രാഷ്ട്രീയ പ്രവർത്തന ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും പട്ടിണിയും ദാരിദ്ര്യവും ജയിൽവാസവും മരണത്തിനെക്കുറിച്ച് സഖാവ് എന്നോട് വിവരിച്ചു. അങ്ങനെ 1.5 മണിക്കൂർ 2 മണിക്കൂറോളം പഴയ കഥകൾ എന്നോട് പറഞ്ഞ് സഖാവ് ഒമ്പിച്ചു ആവാം. അപ്പം എന്നോട് ചോദിച്ച ചോദ്യം അതാണ്, രണ്ടാളില്ലാത്ത കാലത്ത് ആളില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ പ്രസ്ഥാനം വിട്ട് പോവുകയാണെങ്കിൽ ഇനി ഈ പ്രസ്ഥാനം ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം അവിടെ നിന്നാണ് പിന്നെ ഈ കലാകാരനും സമൂഹം തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി സഖാവിനോട് പറഞ്ഞു തരുന്നത്. MG രാമചന്ദ്രൻ പിന്നെ മദുരാശിയിൽ പിന്നെ MG രാമചന്ദ്രൻ്റെ കാറിൻ്റെ ചക്രത്തിന് ചൂട് കാലത്ത് ഉഷ്ണമുള്ള കാലത്ത് ആ ചക്രത്തിന് വെള്ളം പാർന്ന ആരാധകരാണ് തമിഴ്നാട്ടിൽ. അതാണ് കലാകാരൻ. അപ്പോൾ അത് കലാകാരനെ ഈ അന്ന കടമ നിർവഹിക്കാതെ ഈ ആളില്ലാത്ത ബോധിൽ തിരിച്ചു പോകുന്നത് വളരെ മോശമായിപ്പോയി എന്നുള്ള തുടങ്ങിയിട്ടാണ്. പിന്നെ പഴയ കാലത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കാനുള്ള പല കഥകളും സഖാവിനോട് പറയാറ്. രണ്ടാളില്ലാത്ത കാലം, പട്ടിണി കടന്ന കാലം, ദാരിദ്ര്യക്കാലം, പോലീസിനെ മാറിയ കാലം, ജയിൽവാസം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പിന്നെ അത് അവസാനിപ്പിക്കുന്നത്. അപ്പം ഞാനിത് പറയാൻ കാരണം ഒരുപാട് ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ചിട്ടാണ് നമ്മൾ പ്രസ്ഥാനം മുന്നോട്ട് വന്നതും ഇന്നത്തെ അവസ്ഥയിലെത്തിയതും. അപ്പം ഇന്നത്തെ ഈ അവസ്ഥയിൽ നമ്മൾ ദുഃഖിക്കേണ്ട ഒരു കാര്യമില്ല.
ഇന്നത്തെ അവസ്ഥയിൽ വീണ്ടും നമ്മൾ ഉന്നതിനോടും മുന്നോട്ട് പോകുന്നുള്ള സത്യം ഉറപ്പ് എനിക്കുണ്ട്. അപ്പം ഞാൻ പറയാൻ കാരണം ഈ ഡൽഹി ദൗത്യം എന്നുള്ള കഥേൻ്റെ ആദ്യത്തെ അനുഭവം ഇതാണ്. അവസാനം എന്നോട് എംപിച്ചോ പറഞ്ഞത് ഈ രാവിലെ അങ്ങോട്ട് പൊന്നാനിക്ക് വാങ്ങാം. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാണ് വരേണ്ടതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു തിരൂർ വന്നിട്ട് അവിടെ ചമ്മരവട്ടം വന്നാൽ ചമ്മരവട്ടം നിന്ന് അപ്പുറം കിടക്കാനൊരു തോണിയില്ല, ആ തോണിക്ക് അക്കരെ കടന്നാൽ പൊന്നാനി എത്താം. അങ്ങനെ ഞാൻ രാവിലെ പറഞ്ഞ് പരപ്പനാടിൽ പോയി, പരപ്പനാടി തിരൂർ പോയി, തിരൂർ ചമ്മരവട്ടം കടവ് ഇറന്ന് പൊന്നാനി പോകും. പൊന്നാനി പോയിട്ട് പൊന്നാനി ഞാനും പിച്ചു അവിടെ ഒരു കാറിൽ മലപ്പുറത്ത് വരും. ഒരാഴ്ച ഞാൻ അങ്ങനെ നടന്നു. അതെനിക്ക് കിട്ടിയ ശിക്ഷ. അപ്പം ഞാൻ പറയാൻ കാരണം അമ്പിച്ച വന്ന് എന്നോട് പറഞ്ഞെങ്കിൽ രണ്ടാളില്ലാത്ത കാലത്താണ് ഞങ്ങൾ ഈ പ്രസ്ഥാനത്ത് വന്നത്. അന്ന് ആളില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പോവുകയാണെങ്കിൽ പ്രസ്ഥാനമുണ്ടോ? അതുകൊണ്ട് 4 ആൾ കുറവായതുകൊണ്ട് ഈ കഥാപ്രസംഗത്തെക്കുറിച്ച് ഒരിക്കൽ അത് ശരിയായില്ല എന്നുള്ളത് ബോധിപ്പിക്കാനും ആ സത്യം ബോധ്യപ്പെടുത്താനാണ് സഖാവിനോട് പറഞ്ഞത്. അങ്ങനെ പല സത്യങ്ങൾ സഖാവ് അമ്പിച്ചാനെ പറ്റി പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്, പരാജയവും നേട്ടങ്ങളൊക്കെ ഉണ്ടാവും, പോവും, വീണ്ടും വരും. അത് വീണ്ടും നമ്മൾ പണിയെടുക്കും, നമ്മൾ അധ്വാനിക്കും, മുന്നോട്ട് വരും എന്നുള്ള സത്യമാണെന്ന് പിന്നെ ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇന്നത് പറയാനുള്ള കാരണം. ജീവിതത്തിൻ്റെ ഒരു അരമണിക്കൂർ ചുരുങ്ങിയതാണ് എനിക്ക് പിന്നെ അത് പറഞ്ഞ് പഠിപ്പിച്ചത്. അപ്പോൾ ആ അനുഭവം എനിക്കുണ്ട്. അതുകൊണ്ട് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കേട്ടിട്ടുണ്ട്, എൻ്റെ പാട്ടിൻ്റെ കഥാപാത്രം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. EMSന്റെ മകള് ഇവരൊക്കെ സഖാവൊക്കെ അവരൊക്കെ എൻ്റെ കുടുംബ ബന്ധം പോലെ പെരുമാറിയ ആളുകളെ EMS ഒക്കെ നന്നായിട്ട് ഞങ്ങൾ വ്യക്തിപരമായിട്ട് അറിയാം, എല്ലാവരും അറിയാം. ഇപ്പോൾ ഇപ്പോഴുള്ള നേതാക്കളും ഞാൻ തമ്മിൽ പിന്നെ ഒരു സംസാരിക്കാനുള്ളൊരു ഒരു വിഷയമില്ലല്ലോ. ഇന്നവരറിയും, ഇന്നവർ സഹായിക്കും, എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അതിലൊന്നും ഒരു വിരോധമില്ല. അത് അതാണ്. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റും. ഞാൻ മലപ്പുറത്ത് ഒരു കഥ ഉദ്ഘാടനം ചെയ്തു, ബിച്ചാവ അല്ല 4 കോടി ഉദ്ഘാടനം ചെയ്തു. അതിൽ ഇജാജിൻ്റെ ഒരു വിഷയമുണ്ട്. അപ്പോൾ എന്നോട് അത് നിർത്താൻ വേണ്ടി പറഞ്ഞു. പിന്നെയാണ് അടുത്ത ദിവസം മൂപ്പര് നമ്മളെ വിട്ടുപോയി എന്നാണ് മനസ്സിലായത്. അപ്പോൾ വിട്ടുപോകുന്ന ഒരു രോഗത്തിലാണ് അദ്ദേഹം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെയാണ് ആ കഥ അവസാനിപ്പിച്ചത്. അതിൻ്റെ ഒരു ചരിത്രമുണ്ട്. പിന്നെ മലപ്പുറത്ത് ഒരു ഞങ്ങൾ പഴയ സഖാവ് ഉണ്ടായിരുന്നല്ലോ, പേര് മറന്നുപോയി ഞാൻ. പഴയ ഒരു സഖാവുണ്ട് മലപ്പുറത്ത്. അവരാളുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ ആളുകൾ ഷാദു അഹമ്മദ്, അവരാണല്ലോ ഈ പ്രസ്ഥാനത്തിൽ ആദ്യം വരുന്നത്. അവരൊക്കെ പിന്നെ പ്രതികരിച്ചാണ് ആ മുസ്ലിം സഖാക്കൾ പേരിയാനയിൽ വരുന്നത്. അവരെ മഹാത്യാഗങ്ങളാണ് ഇതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കഥാപാത്രങ്ങളായി മാറ്റിയത്. ആ ചായക്കട അന്ന് ഒരു പ്രധാനപ്പെട്ട സങ്കേതം ചായക്കടയാണല്ലോ. 4 ആൾ ചിരിക്കാനും വർത്താനം പറയാൻ ഒരു കലാസമിതി പോലത്തെ സാധനമാണ് ചായക്കട. ഇന്നത്തെ മാതിരി സൗകര്യമൊന്നും ഇല്ലല്ലോ, കലാസമിതിയുള്ള വായനശാലൊന്നും ഇല്ലാത്ത. അപ്പോൾ ചായക്കടയിൽ പോയി രാവിലെ 2 വർത്താനം പറഞ്ഞ് പിന്നെ 2 വർത്താനം പറഞ്ഞ് ചായക്കട നാളതൊക്കെ ഉണ്ടാവുന്നു. അപ്പോൾ അതാണ് ഈ ചായക്കടയാണ് അന്നത്തെ യഥാർത്ഥ കലാസമിതികൾ വായനശാലകളൊക്കെ ചായക്കടയാണ് അന്നത്തെ. അങ്ങനെയാണ് ഈ ചായക്കടയിൽ ഈ കഥയിൽ വന്നത്. കുറെ അത് പഴയ കഥാപാത്രങ്ങളൊക്കെ സത്യസന്ധരായ യഥാർത്ഥ കഥാപാത്രങ്ങൾ തന്നെയാണ്. അപ്പൊ അവരെ പറ്റി പുതിയ വിഷയം പറയുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കാൻ ഒരു താമസം ഉണ്ടാവും എന്നുള്ളത് സാധാരണ നിലവാരത്തിലുള്ളതാണല്ലോ. ഇതുള്ളൂ. പഴയ ചായക്കടയിലാണ് രാഷ്ട്രീയ ചർച്ചകൾ, സാമൂഹിക ചർച്ചകൾ മുഴുവൻ. ഇപ്പോൾ പല കല്യാണ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ചായക്കടയിലാണ്. അതുകൊണ്ട് നമുക്കൊരു കൂട്ടനാണല്ലോ. എൻ്റെ പാട്ടിലെങ്ങാനും പല കുട്ടികളുണ്ടെന്നൊക്കെ ആദ്യം തുടങ്ങി ചായ കുടിക്കാൻ വരുമ്പോഴാണ് അന്ന്. കാരണം 4 ആൾ ഒത്തുചേരുന്ന സംഗീതമാണ് ചായക്കട അക്കാലത്ത്. അപ്പോൾ പല ആളുകൾക്കറിയാം. പിന്നെയാണ് ബാർബർ ഷാപ്പ് ഉണ്ടായത്. അത് പിന്നെ അതുപോലെ. അപ്പോൾ ആ ബാർബർ ഷാപ്പ് കൂടാത്തൊരു സംഗീതം ചായക്കടയാണ്. അപ്പോൾ ആ ചായക്കടയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പിടിച്ചെല്ലാം കൂടി വരല്. അപ്പോൾ അതുകൊണ്ടാണ് ചായക്കട നമ്മൾ ഒരു കഥയിൽ ഒരു വിഷയമായിട്ട് മാറ്റി. അത് ഡൽഹി തൊട്ട് തന്നെ ചായകഥാവുന്നു. ഓ, അത് 71 മുതൽക്ക് 75 വരെ ഇതായല്ലോ. പിന്നെ അടിയന്തരാവസ്ഥയിൽ വേറെ കഥ പറഞ്ഞു. പിന്നെ 10-60 കഥകളുണ്ടല്ലോ. ഒക്കെ എൻ്റെ വീട്ടിലുണ്ട് അതിൻ്റെ രേഖകളൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഡൽഹി തന്നെ ആദ്യത്തെ കഥ, ഡൽഹി ദൗത്യം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മറ്റു പാർട്ടിക്ക് രാഷ്ട്രീയം കഴിയക്കൂട്ടെ, കേൾക്കാൻ രസമുണ്ട്. രാഷ്ട്രീയം കഴിയാവട്ടെ, കേൾക്കാൻ രസമുണ്ട്. അതാണ് അവിടുത്തെ അവസാനത്തെ ഉത്തരവ്. അങ്ങനെ അപ്പോൾ അവരെല്ലാം എന്നെ സഹായിക്കും, സ്നേഹിക്കും. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം അവരിലുണ്ട്. എങ്കിലും ഈ ഇത് കേൾക്കുന്നവർക്ക് സന്തോഷമാണ്, രസമാണ്. അങ്ങനെ ഒരു സമീപനമാണ് എന്നോട് മറ്റുള്ള രാഷ്ട്രീയക്കാർക്കുള്ളത്. എൻ്റെ ഒരു മുറി നിറച്ച് അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും. അപ്പോൾ വീട്ടിൽ വന്നില്ല.
അപ്പൊ അങ്ങ് അറിയാലോ, ഒരു മുറി നിറച്ച് എത്രയെന്ന് പറയാൻ കഴിയില്ല. നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട്. ജനങ്ങൾ തന്നിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്, അഭിനന്ദിച്ചിട്ടുണ്ട്. സിനിമയിൽ ഞാൻ ആദ്യം പോയത് പട്ടാളം എന്ന് പറഞ്ഞ സിനിമയിലാ. പിന്നെ പട്ടാളം, നീലത്താമര, ക്ലാസ്മേറ്റ്, നരൻ, അങ്ങനെ കുറെ സിനിമയിലൊക്കെ ഭാഗ്യമായിട്ട് അഭിനയിച്ചു. പിന്നെ ഞാൻ ലാൽ ജോസ് തിരൂർ വന്നിരുന്നു, സംവിധായകൻ. ഞാൻ പോയി കണ്ടു. ഞങ്ങളിപ്പോൾ അതിലൊക്കെ ഉണ്ട്. അങ്ങനെ സിനിമ അറിയാലോ. പിന്നെ സിനിമ അങ്ങനെ ഉണ്ട്. സിനിമ അങ്ങനെ പിന്നെ ഞാൻ പോവാതെ അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. കലാരംഗത്ത് ഇപ്പൊ ഉണ്ടോ? എങ്ങനെയാണ് ഇപ്പോ? കലാരംഗത്ത് ഇപ്പോൾ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വീട്ടിലൊക്കെ ആരെയൊക്കെ ഇതേമാതിരി തന്നെ മൊബൈലേറ്റ് വന്ന് എന്തെങ്കിലുമൊക്കെ പിടിച്ച് കൊണ്ടുപോകും. പഴയ പാട്ടുകൾ, പഴയ വിവരങ്ങളൊക്കെ പിന്നെ കളിയിൽ കൊണ്ടുപോയിട്ട്. പിന്നെ ഇപ്പോൾ രംഗത്ത് ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ആധുനിക സൗകര്യം ഉണ്ടായതുകൊണ്ട് വ്യക്തിപരമായിട്ട് നേരിട്ട് പോണ്ട. പാർട്ടി അംഗീകാരം വേണ്ടത്ര അംഗീകരിച്ചിട്ടുണ്ട്. യോഗ്യതയ്ക്കനുസരിച്ച് അംഗീകാരം കിട്ടിയല്ലോ. പിന്നെ അങ്ങോട്ട് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. കാരണം പാർട്ടി തന്നെ അതിനും ലെവലും അതിനൊരു പരിധിയൊക്കെ ഉണ്ട്. അതാണ് പാർട്ടി. അതുകൊണ്ട് എനിക്ക് അർഹിക്കുന്നത് നേടിയിട്ടുണ്ട്, അർഹിക്കുന്നത് പാർട്ടി തന്നിട്ടുണ്ട്. പിന്നെ പാൽവളിക്കാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. പിന്നെ കുറേ പുരസ്കാരങ്ങളൊക്കെ പിന്നെ വീട്ടിൽ വന്നിട്ടുണ്ടാവും. പുരസ്കാരങ്ങൾ കൊണ്ട് കഥയാണ് മൂന്ന് നിറച്ചു. അപ്പോൾ പാർട്ടീൻ്റെ അംഗീകാരമൊക്കെ ഉണ്ട്, പാർട്ടീൻ്റെ സഹായങ്ങളൊക്കെ ഉണ്ട്. പാർട്ടി പ്രവർത്തനത്തിലുണ്ടോ? ഭാഗികമായിട്ട് കുറച്ചൊക്കെ എൻ്റെ പ്രായത്തിന് ആരോഗ്യത്തിനനുസരിച്ചുള്ള പരിപാടികളൊക്കെ നടത്താറുണ്ട്. പിന്നെ പാർട്ടിക്കാരൊക്കെ സഹായിക്കാറുണ്ട്. പിന്നെ ഗവൺമെന്റ് ഇടയ്ക്കിടയ്ക്ക് പുരസ്കാരങ്ങൾ കിട്ടും. എന്നാണ് ഒരു വയോജന കലാകാരൻ ഒരു കിട്ടി, തിരുവനന്തപുരത്താണ് കിട്ടിയത്. നിങ്ങൾക്ക് ശേഷം വേറെ ആള് കഥാപ്രസംഗം? ഇല്ല. കഥാപ്രസംഗം വെച്ച് പഠിക്കാനും കുറച്ച് പ്രയാസമുള്ള ആളെ ആ സംഗതി ആയതുകൊണ്ട് ഒരു പ്രയാസം. അത് ആദ്യം കുറച്ച് വായിക്കൽ, പഠിക്കൽ, നിരന്തരമായ വായന തന്നെയാണ് ആദ്യം വേണ്ടത്. പിന്നെ അതിനാണ് ഇത് സംസ്കരിച്ചെടുത്ത് കുറച്ച് ഇതാക്കല്. പിന്നെ നമ്മൾ നേതാക്കളൊക്കെ അതനുബന്ധിച്ച് ഒക്കെ വലിയ പ്രയാസമാണ് കഥാപ്രസംഗത്തിന്റെ കാലം പോലെ. സാമ്പശിവരൊക്കെ മരിച്ചു. സാമ്പശിവരൊക്കെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ അഖില കേരള കഥാപ്രസംഗ അക്കാദമിൻ്റെ അംഗമായിരുന്നു, മലപ്പുറം ജില്ലേൻ്റെ പ്രസിഡന്റായിരുന്നു. അങ്ങനെ ആ രംഗത്തൊക്കെ ഒരുപാട് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. കഥാപ്രസംഗ സാപ്പൻ്റെ മനത്തോടു കൂടി ഇപ്പോൾ അത് അവസാനിച്ചു. കഥാപ്രസംഗം എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇതില്ല. ദുരനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെ നമ്മൾ പറയാൻ പാടില്ലല്ലോ. അല്ല, പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ അനുഭവിച്ചൊക്കെ പറയാന്ന് പറഞ്ഞപ്പോ ചാൻസ് കിട്ടും പോരാന്നുള്ളതൊരു മോശപ്പെട്ട. എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വഴിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വഴിയിൽ വെച്ചിട്ടുണ്ടാവാൻ തന്നെ മനസ്സിലായല്ലോ. വാഹനത്തിൽ പോകുമ്പോൾ, നടന്നു പോകുമ്പോ ഒക്കെ ചെറുതായിട്ടൊക്കെ ഉള്ളത്. എന്നെക്കാളൊക്കെ വലിയ അനുഭവമുള്ളല്ലോ ഇപ്പൊ നേതാക്കള്. ജീവനുമായി മരണത്തിൽ വന്നെടുത്ത് നേതാക്കൾ നമ്മൾ നേതാക്കൾ. അപ്പോൾ ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വല്ലതും കിട്ടിയിട്ടുണ്ട്. പട്ടിണി, ദാരിദ്ര്യം, കഷ്ടപ്പാടും ഒക്കെ ഉള്ള കാലഘട്ടം. പിന്നെ 1957 ശേഷമാണ് നമ്മൾ മെച്ചപ്പെട്ടത്. അറിയാലോ, നമ്മളെ സർക്കാരിന് ശേഷമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോഴാണ് ജനങ്ങൾക്ക് ഒരു സഹായങ്ങളും കാര്യങ്ങളൊക്കെ കൃഷിഭൂമി കൃഷിക്കാരന് മുതലായ അങ്ങനെ ചില നിയമങ്ങളൊക്കെ വന്നപ്പോഴാണ് ഒരു രക്ഷ കിട്ടിയത്. അപ്പോൾ എൻ്റെ പണ്ടത്തെ കാലത്ത് അന്നൊരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പല വീടിൻ്റെ പിൻഭാഗത്ത് നമ്മൾ പോയി നിന്നിട്ടുണ്ട്. നേരത്തെ ആഹാരത്തിന് വേണ്ടി പല വീട്ടിലും പോയി യാചിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്തല്ല. ഇന്നിപ്പോൾ ഭക്ഷണത്തിനൊന്നും യാതൊരു പഞ്ഞുമില്ല, ബുദ്ധിമുട്ടില്ല. അപ്പം ഇന്നത്തെ കാലത്ത് മനുഷ്യനോടുള്ള കാരുണ്യത്തിന് വല്ല വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് ചിലർ സംശയിക്കുന്നു. അതിൻ്റെ ഒരു പാട്ടൊരു മാപ്പിളപ്പാട്ട് 2 വരിയുണ്ട്. അന്നത്തിനും പഞ്ഞമില്ല, സ്വർണത്തിനും പഞ്ഞമില്ല, മഞ്ഞിൽ കരുണയ്ക്കാണു പഞ്ഞം സഹോദരരെ, മഞ്ഞിൽ കരുണയ്ക്കാണു പഞ്ഞം. അന്നത്തിനും പഞ്ഞമില്ല, സ്വർണത്തിനും പഞ്ഞമില്ല, മഞ്ഞിൽ കരുണയ്ക്കാണു പഞ്ഞം സഹോദരരെ, മഞ്ഞിൽ കരുണയ്ക്കാണു പഞ്ഞം. ഇല്ലാത്തോൻ കൈനീട്ടിയ വല്ലതും കൊടുക്കുന്നവൻ, ഇല്ലാത്തോൻ കൈനീട്ടിയ വല്ലതും കൊടുക്കുന്നവൻ, അല്ലാഹുവിൻ പ്രിയദാസൻ സഹോദരരെ, അല്ലാഹുവിൻ പ്രിയദാസൻ സഹോദരരെ, അല്ലാഹുവിൻ പ്രിയദാസൻ സഹോദരരെ, അല്ലാഹുവിൻ പ്രിയദാസൻ. അന്നത്തിനും പഞ്ഞമില്ല, സ്വർണത്തിനും പഞ്ഞമില്ല, മനിതൽ കരുണയ്ക്കാണു പഞ്ഞം സഹോദരരെ, മനിതൽ കരുണയ്ക്കാണു പഞ്ഞം.
ആ അന്നത്തിന് പദ്യമില്ലാത്ത ഒരു കാലഘട്ടം 1957 മുതൽക്കാണ് നമ്മൾ ഇടതുപക്ഷ പ്രസ്ഥാനം ഭരണത്തിൽ വന്നത് കൊണ്ടാണ് പിന്നെ കേരളത്തിൽ അന്നത്തിന് പഞ്ഞമില്ലാത്ത അവസ്ഥ വന്നത്. എന്നാൽ കാരുണ്യത്തിനും ദയയിലും അല്പം വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് ഞാൻ വ്യക്തിപരമായി സംശയിക്കുന്നു.